കർണാടക സർക്കാരിനെതിരെ പ്രയോഗിക്കാൻ ബി.ജെ.പി തക്കം പാർത്തിരുന്ന വിഷയത്തിൽ അതിവേഗ ഇടപെടലിലൂടെ രക്ഷകനായി വീണ്ടും കെ.സി. വേണുഗോപാൽ എം.പി. ബംഗളൂരുവിലെ യലഹങ്കിലെ കോകിലു ലേഔട്ടിലെ വിവാദമായ കുടിയൊഴിപ്പിക്കൽ നടപടിയിലാണ് സർക്കാരിനെതിരെ ജനരോഷം തിരിച്ചുവിടാൻ പ്രതിപക്ഷം ജാഗ്രതയോടെ കാത്തിരുന്നിടത്ത് കെ.സി. വേണുഗോപാലിന്റെ ഇടപെടൽ നിർണായകമായി മാറിയത്. കോകിലു ലേഔട്ടിൽ നിന്നും കുടിയൊഴിപ്പിക്കപ്പെട്ടവർക്ക് പകരം താമസ സൗകര്യം 2 ദിവസത്തിനകം തന്നെ സജ്ജീകരിക്കുന്നതിനും അവിടേക്ക് അവർക്ക് മാറി താമസിക്കുന്നതിന് ആവശ്യമായ എല്ലാ ക്രമീകരണങ്ങളും ഉടനടി ഏർപ്പാടാക്കാനുമാണ് ഹൈക്കമാൻഡ് താൽപര്യപ്രകാരം വേണുഗോപാൽ കർണാടക സർക്കാരിന് നിർദ്ദേശം നൽകിയത്. അനധികൃതമായ കയ്യേറ്റമാണ് ഒഴിപ്പിക്കുന്നതെങ്കിലും മനുഷ്യാവകാശങ്ങൾക്കും മാനുഷിക പരിഗണനകൾക്കും മുൻഗണന നൽകിക്കൊണ്ട് മാത്രമായിരിക്കണം ഇത്തരം നടപടി സ്വീകരിക്കേണ്ടതെന്ന് വേണുഗോപാൽ കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യയോടും PCC അധ്യക്ഷനും ഉപമുഖ്യമന്ത്രിയുമായ DK ശിവകുമാറിനോടും നിർദ്ദേശിക്കുകയായിരുന്നു. ഇടപെടൽ ഹൈക്കമാൻഡ് നിർദ്ദേശപ്രകാരമാണെന്നും പ്രശ്നം സർക്കാരിനെതിരെ തിരിച്ചുവിടാൻ പ്രതിപക്ഷം കാത്തിരിക്കുകയാണെന്ന് തിരിച്ചറിയണമെന്നും KC ഇരു നേതാക്കളെയും ധരിപ്പിച്ചു. ഇതോടെ അതിവേഗ ഇടപെടലുകളാണ് കർണാടക സർക്കാർ നടത്തിയത്. കുടിയൊഴിപ്പിക്കപ്പെട്ട എല്ലാവരെയും പുനരധിവസിപ്പിക്കുമെന്ന് കർണാടക സർക്കാർ KCക്ക് ഉറപ്പു നൽകി. 185 കുടുംബങ്ങൾക്ക് ഇന്ന് പുതിയ താമസ സ്ഥലത്തേക്ക് മാറാനാകുമെന്നാണ് കരുതുന്നത്. ആദ്യം ഉപമുഖ്യമന്ത്രി DK ശിവകുമാറുമായി സംസാരിച്ചതിന് പിന്നാലെ കഴിഞ്ഞ ദിവസം പ്രവർത്തക സമിതി യോഗത്തിനായി ഡൽഹിയിലെത്തിയ മുഖ്യമന്ത്രി സിദ്ധരാമയ്യയുമായി വേണുഗോപാൽ വിഷയത്തിൽ പ്രത്യേക കൂടിക്കാഴ്ചയും നടത്തി. തുടർന്ന് കർണാടക ഭവനകാര്യമന്ത്രി സമീർ അഹമ്മദുമായും KC വേണുഗോപാൽ ഫോണിൽ സംസാരിച്ചു. ദുരിതബാധിതരെ അടിയന്തരമായി നേരിൽ സന്ദർശിക്കാനും അവർക്ക് ആവശ്യമായ അടിയന്തര സൗകര്യങ്ങൾ ഏർപ്പാടാക്കി നൽകാനും അദ്ദേഹം മുഖ്യമന്ത്രിയോട് നിർദ്ദേശിച്ചു. മുഖ്യമന്ത്രിയുമായും ഉപമുഖ്യമന്ത്രിയുമായും കൂടിയാലോചിച്ച് കുടിയൊഴിപ്പിക്കപ്പെട്ടവർക്ക് പകരം താമസ സൗകര്യം 2 ദിവസത്തിനകം തന്നെ സജ്ജീകരിക്കുന്നതിനും അവിടേക്ക് അവർക്ക് മാറി താമസിക്കുന്നതിന് ആവശ്യമായ എല്ലാ ക്രമീകരണങ്ങളും നടത്തണമെന്നും മന്ത്രിയോട് വേണുഗോപാലും നിർദ്ദേശിച്ചു. വിഷയത്തിൽ ഹൈക്കമാൻഡ് ഗൗരവപൂർണമായ ഇടപെടലാണ് നടത്തുന്നതെന്ന് മനസ്സിലാക്കിയ മന്ത്രി ഇന്നലെ നേരിൽ പോയി ദുരിതബാധിതരെ സന്ദർശിക്കുകയും അവർക്ക് ആവശ്യമായ പാർപ്പിട സൗകര്യങ്ങൾ സജ്ജീകരിച്ചു വരികയാണെന്നും നടപടി റിപ്പോർട്ട് സഹിതം KC അറിയിച്ചു. ഇതിന് പിന്നാലെ മുഖ്യമന്ത്രി സിദ്ധരാമയ്യ ഉന്നതതല യോഗം വിളിക്കുകയും BBMP കമ്മീഷണർക്ക് കുടിയൊഴിപ്പിക്കപ്പെട്ടവർക്ക് അടിയന്തര സഹായം എത്തിക്കാനുള്ള ഉത്തരവ് നൽകുകയും ചെയ്തു. തുടർന്ന് ഇന്ന് മുഖ്യമന്ത്രി ബാംഗ്ലൂരിൽ വിളിച്ചു ചേർത്ത ഉന്നതതല യോഗത്തിന് ശേഷം കുടിയിറക്കപ്പെട്ടവർക്ക് പകരം താമസ സൗകര്യങ്ങൾ ഇന്ന് തന്നെ ഏർപ്പാടാക്കി നൽകാനാണ് നീക്കം. ഭവനകാര്യമന്ത്രി സമീർ അഹമ്മദ് ഖാൻ നേരിട്ടാകും ദുരിതബാധിതരെ പുതിയ ഭവനങ്ങളിൽ എത്തിക്കുക. ഇതും KCയുടെ ഇടപെടലിനെ തുടർന്നുള്ള ജനകീയ നീക്കമാണ്. കുടിയൊഴിപ്പിക്കപ്പെട്ട കുടുംബങ്ങൾക്ക് അടിയന്തര പുനരധിവാസത്തിന് ദ്രുതഗതിയിലുള്ള ഇടപെടലാണ് കോൺഗ്രസ് ഹൈക്കമാൻഡ് നടത്തിയത്. കർണാടകയുടെ ചുമതല വഹിച്ചിരുന്ന AICC ജനറൽ സെക്രട്ടറി എന്ന നിലയിൽ കർണാടക രാഷ്ട്രീയത്തിന്റെ അടിയൊഴുക്കുകൾ സംസ്ഥാന നേതാക്കളെക്കാൾ ഹൃദ്യസ്ഥമാക്കിയ നേതാവാണ് KC വേണുഗോപാൽ. ഇതോടെ പ്രശ്നത്തിൽ വേണുഗോപാലിന്റെ ഇടപെടലാണ് കാര്യങ്ങൾ തങ്ങളുടെ വരുതിയിൽ നിന്നും കൈവിട്ടു പോകാൻ കാരണമെന്ന് മനസ്സിലാക്കിയ BJP സംസ്ഥാന നേതൃത്വം 2 ദിവസമായി വേണുഗോപാലിനെതിരെ രംഗത്ത് വന്നിരിക്കുകയാണ്. കർണാടകയുടെ കാര്യങ്ങളിൽ ഇടപെടാൻ KC വേണുഗോപാൽ ആരാണ്? സൂപ്പർ മുഖ്യമന്ത്രിയോ? കർണാടക കാര്യങ്ങളിൽ ഡൽഹിയിൽ നിന്നുള്ള തിട്ടൂരം വേണ്ട. ഇത് രാഹുലിന്റെ കോളനിയല്ലെന്നാണ് പ്രതിപക്ഷ നേതാവ് R അശോക ആഞ്ഞടിച്ചത്. കർണാടക ഭരിക്കുന്നത് ഭരണഘടനാപരമായി തെരഞ്ഞെടുക്കപ്പെട്ട മുഖ്യമന്ത്രി മന്ത്രിസഭയുമാണെന്നും ഡൽഹിയിൽ ഇരിക്കുന്ന AICC ജനറൽ സെക്രട്ടറി അല്ല എന്നും അശോക പറഞ്ഞിരുന്നു. ഇതേ തുടർന്ന് നേതൃത്വത്തിന്റെ ആഹ്വാനപ്രകാരം വേണുഗോപാലിനെതിരെ കർണാടകയിൽ വ്യാപക സൈബർ ആക്രമണമാണ് BJP അഴിച്ചുവിട്ടത്. യഥാർത്ഥത്തിൽ സിദ്ധരാമയ്യയെയും ശിവകുമാറിനെയും ലക്ഷ്യം വെച്ച ആക്രമണങ്ങളാണ് ഇപ്പോൾ KC വേണുഗോപാലിനെതിരെ കർണാടക BJP അഴിച്ചുവിട്ടിരിക്കുന്നത്. കർണാടകയിലെ കോൺഗ്രസ് സർക്കാർ എപ്പോഴൊക്കെ പ്രതിസന്ധിയിൽ അകപ്പെട്ടിട്ടുണ്ടോ അപ്പോഴൊക്കെ ഒരു രക്ഷകനായി മാറിയിട്ടുണ്ട് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ MP. ഭരണപരമായ തർക്കങ്ങളാണെങ്കിലും ജനങ്ങളുടെ പ്രശ്നങ്ങളാണെങ്കിലും കർണാടക സർക്കാരിന്റെ അവസാന വാക്കായി മാറുകയാണ് വേണുഗോപാൽ.